എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നഷ്ടമായി. ഇനി എന്തിനൊരു വിവാഹം? ഞാൻ മോഹിച്ചത് അവളെയായിരുന്നു. ഇനി അതെല്ലാം ഓർത്തിട്ട് എന്ത് കാര്യം? ദേവദാരു പൂത്തപ്പോൾ. രചനാ സംവിധാനം റസിയ മുട്ടിൽ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: അനുരാഗ് ചന്തുലാൽ, യാമിനി കൊച്ചിറാണി തോമസ്, നന്ദിനി ട്രേസി പോൾ, സലീം ക നൌഫൽ വാളാട്, അച്ഛൻ മുഹമ്മദ് ഷാഫി പുൽപ്പള്ളി, അമ്മ എം.എൻ. ആനന്ദവല്ലി, ആരതി ടാനിയ ലൂയിസ്. അങ്ങ് ദൂരെ മഴയൊരുക്കം മുഴുക്കത്തോടെ വരുന്നത് കേൾക്കാമായിരുന്നു. നടവഴിയിലെല്ലാം ഈയാമ്പാറ്റകൾ പൊടിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പ്രകൃതിയിലെ വിസ്മയങ്ങളെ കൗതുകത്തോടെ പുണർന്നുകൊണ്ട് അയാൾ ധൃതിയിൽ നടന്നു. നടപ്പാത പിന്നിടും മുമ്പേ മഴത്തുള്ളികൾ അയാളെ പൊതിഞ്ഞിരുന്നു. അയാൾ അടുത്തുള്ള ഓലഷെഡിൽ തല നനയാതെ നിന്നു. ഇവിടെ ഞാൻ ഇങ്ങനെ എത്ര നേരം നിൽക്കും? അരമണിക്കൂറോടെ കഴിഞ്ഞ വീടിനടുത്തേക്കുള്ള ബസ്സുണ്ട്. അത് മിസ്സായ പിന്നെ 7:30. മഴത്തുള്ളിയോടൊപ്പം അയാളിലെ ചിന്തകളും തുള്ളിക്കിതച്ചു. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കാണ്. ഇപ്പോഴാണ് ഈ കള്ളന്മാരുടെ ശല്യം കൂടിക്കൂടി വരിക. അമ്മ എങ്ങനെ പേടിച്ച് വീട്ടിലിരിക്കുവാവോ? അയാളുടെ മനസ്സിൽ മിന്നൽ പിണർ പാഞ്ഞു. ഇടിയുടെ ശബ്ദം കാതിനെ ഇളക്കി മറിച്ചു. പ്രകൃതിയെ പ്രകമ്പനം കൊള്ളിക്കുന്ന പേമാരി. അമ്മയെ ഓർത്തപ്പോൾ മനസ്സ് കുഴങ്ങി. ഈ ഒറ്റയ്ക്കിരിക്കാൻ മടിച്ചിട്ടായിരിക്കും അമ്മ എന്നോട് കല്യാണം കഴിക്കാൻ പറയുന്നത്. പാവം. അമ്മയുടെ വാക്കുകൾ കാതോരം തഴുകി. ഇത്രയൊക്കെ ആയില്ലേ മോനെ, നിനക്കൊരു കൂട്ടു വേണ്ടേ? പണ്ടത്തെ പോലെ അമ്മയ്ക്കാണ് പണിയൊന്നും ചെയ്യാൻ വയ്യ. എനിക്കും ഒരു തുണയാവുമല്ലോ. ഓർത്തപ്പോൾ അനുരാഗിന് എന്തെന്നില്ലാത്ത നിരാശ തോന്നി. എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നഷ്ടമായി. ഇനി എന്തിനൊരു വിവാഹം? ഞാൻ മോഹിച്ചത് അവളെയായിരുന്നു. ഇനി അതെല്ലാം ഓർത്തിട്ട് എന്ത് കാര്യം? പഴയ കാര്യങ്ങളൊന്നും മനസ്സിൽ തളച്ചിടേണ്ട എന്നുറപ്പിക്കുമ്പോഴും ഓർമ്മകൾക്ക് വിരാമമില്ലെന്ന് അയാൾ അറിഞ്ഞു. മഴത്തുള്ളികൾ കൊണ്ട് ഭൂമി ആകെ തണുത്തിരിക്കുന്നു. അയാളുടെ ഓർമ്മകളിലും തണുപ്പ് കയറി. ഈ മഴയൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ വൈകിയ ഒരു ഓട്ടോ പോലും കിട്ടാൻ പ്രയാസ. ഓർമ്മകൾ കുളിരുപാകി കടന്നു വന്നു. പണ്ട് അതേ ഓലഷെഡിലിരുന്ന് ഫ്രണ്ട്സുമൊത്ത് കമന്റടിച്ചതും കളിതമാശകൾ പറഞ്ഞിരുന്നതും ഇതുപോലത്തൊരു പെരുമഴയത്ത് കൂട്ടുകാരെല്ലാം മഴയത്തിരുത്തി അയാളെ നനയിച്ചതുമെല്ലാം ഓർമ്മയിലെത്തി. ഹരികൃഷ്ണനും അഷ്റഫും ജോണും ജോയിയും എല്ലാവരും ഉണ്ടാകും. പൊടുന്നനെ അവളുടെ മുഖം ഉള്ളിൽ തെളിഞ്ഞു. ചൂളം വിളിച്ചാണ് ഞാൻ ആരതിയുടെ ശ്രദ്ധ ക്ഷണിക്കുക. ആ വിളി പ്രതീക്ഷിക്കുന്നത് പോലെ ഞൊടിയിടയിൽ അവൾ തിരിഞ്ഞു നോക്കും. ആരതി അയാളുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന കുസൃതി പെണ്ണാണ്. നാടൻ പെൺകുട്ടിയുടെ ഭാവങ്ങൾ തുളുമ്പി നിൽക്കുന്ന പാവാട പെണ്ണിനെ അനുരാഗിനെ അത്രയ്ക്കിഷ്ടമായിരുന്നു. കാലം എത്ര മാറിയാലും ആ തനിമ അവളിലുണ്ടാവുമെന്ന് അവളുടെ ശാലീനത കണ്ടാലറിയാം. ആ ഭാവം തന്നെയായിരുന്നു അനുരാഗിനെ അവളിലേക്ക് ആകർഷിച്ചതും. ഇന്നും അയാളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അവൾ ഇത്രയും കാലമായിട്ടും എന്നോടൊന്നും മിണ്ടാത്തത്? ഓർമ്മകൾ മഴയേക്കാളും കനത്തിൽ പെയ്തുകൊണ്ടിരുന്നു. മനസ്സിൽ ഗതകാല സ്മരണകൾ തുടികൊട്ടി. ആരതിയെ കണ്ടതു മുതൽ അയാളുടെ മനസ്സിൽ അവൾ മാത്രമാണ്. ഓർമ്മകളിൽ അവൾ ചേക്കേറിയപ്പോൾ ഉൾത്തടം വിതുമ്പി. എത്ര ഭംഗിയുള്ള കുട്ടികൾ എൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ആരോട് ഇത്ര ഇഷ്ടം എനിക്ക് തോന്നിയിട്ടില്ല. മഴമേഘങ്ങൾ തിടുക്കം കൂട്ടി ഓടി മറിയുന്നത് അയാൾ നോക്കി നിന്നു. മാനത്തിന്റെ മട്ടും ഭാവം മാറുന്നതുപോലെ ഉള്ളിൽ നിറയെ ശിഥില ചിന്തകൾ നിറഞ്ഞു. ഇനി എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടായിരിക്കുമോ എന്നോട് മിണ്ടാത്തത്? പക്ഷേ ചൂളം വിളിക്കുമ്പോഴെല്ലാം തിരിഞ്ഞു നോക്കി പുഞ്ചിരിക്കാറുള്ളത് ഓർത്തപ്പോൾ അയാൾക്ക് ആശ്വാസം തോന്നി. ഇഷ്ടമില്ലാതെ ഒരു പെൺകുട്ടിയും പുഞ്ചിരിക്കില്ലല്ലോ. മൗനത്തിന്റെ മുറ്റത്തെ ഇഷ്ടബാല്യം കൗമാരക്കുട ചൂടി നിന്നു. അവളുടെ പുഞ്ചിരി, അടക്കത്തിലുള്ള നടത്തം, നാണം കൂമ്പിയ കവിൾത്തടങ്ങൾ, കുങ്കുമച്ചേലുള്ള ചുണ്ടുകൾ, ഒന്നും ഒരിക്കലും ഓർമ്മകളിൽ നിന്ന് പിഴുതെറിയാൻ അയാൾക്കിഷ്ടമില്ലായിരുന്നു. കാലം കഥകൾ പറഞ്ഞ് മറഞ്ഞുപോയിക്കൊണ്ടിരുന്നു. പിന്നിട്ട വഴികളിലെല്ലാം അവളുടെ പാദസ്പർശങ്ങൾ അയാളിൽ വിചിത്രമായ ചായങ്ങൾ പൂശിക്കൊണ്ടിരുന്നു. മഴയുടെ ശക്തി കൂടി. ഇടിയും മിന്നലും ഉള്ളിലുടഞ്ഞു വീണു. അയാൾ നെടുവീർപ്പോടെ ഓർത്തെടുത്തു. അവളിപ്പോൾ എവിടെയായിരിക്കും? ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അനുരാഗ ചിന്തകൾ മനസ്സിനെ വീർപ്പ് മുട്ടിച്ചു. അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ അയാൾക്ക് ഇതുവരെ ധൈര്യം വന്നിട്ടില്ല. അയാൾ ശങ്കിച്ചു. പ്രതികരണം ഇഷ്ടമല്ല എന്നാണെങ്കിലോ? വേണ്ട, വെറുതെ വേദനിക്കുന്നേക്കാളും നല്ലത് മൗനമായി സ്നേഹിക്കുന്നതാ.
സ്കൂൾ വരാന്തയിൽ തൂണും ചാരി ഒറ്റയ്ക്ക് നിൽക്കുന്ന പാവം പാവാട പെണ്ണിനെ അയാൾ ഓർമ്മയിലിരുത്തി.